വെരി വാം ഗുഡ് മോർണിംഗ് കൊണ്ടാണ്. ഇത് നമ്മുടെ മജ്ലീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസിലെ ഏറ്റവും പുതുതായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു AI അധിഷ്ഠിത റോബോട്ടിക് സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് നമ്മൾ ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു മജ്ലിസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു AI എനേബിൾഡ് റോബോട്ടിക് ഫുള്ളി ഫങ്ഷണൽ AI അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒരു റോബോട്ടിക് സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നത്. കേവലം ഒരു വർഷത്തോളമായിട്ട് നമ്മളിതിൻ്റെ ബിഹൈൻഡിൽ നമ്മുടെ മാനേജ്മെൻറ്റായിട്ടും ബാക്കി ഫാക്കൽറ്റീനായിട്ടൊക്കെ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫൈനലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മുഹൂർത്തം ഭയങ്കര സന്തോഷം തരുന്നതാണ്. ഞാൻ നമ്മുടെ ഈ ഒരു ഇനാഗുറേഷനിൽ എല്ലാവരെയും ഇതിലോട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി സാറ്, അതുപോലെ തന്നെ നമ്മുടെ സലീം സാറ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാറ്, അക്കാഡമിക് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, HODs, മറ്റു നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഒരൊറ്റ വാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാണ്. അതായത് ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഇത് ശരിക്കും നമുക്കൊരു ക്ലാസ്സിൽ കൊണ്ട് നിർത്തി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ ഫീഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആസ് പെർ ദ ഡിറക്ഷൻ നമ്മൾ ആ രീതിക്ക് അതിനെ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് എവിടെയാണ് ഇപ്പോൾ ഒരു ടീച്ചറാക്കിയിട്ട് വേണമെങ്കിൽ ടീച്ചറായിട്ട് ഉപയോഗിക്കാം, അതല്ല ഒരു റിസപ്ഷനായിട്ടാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു സർവൈലൻസ് ആണ് വേണ്ടത്, ഇപ്പം നമുക്ക് ഇതിലൂടെ ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം വേണ്ടത് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാം. ഭാവിയിൽ ഇത് ഇവിടെ വെച്ച് നിൽക്കില്ല, അപ്ഡേറ്റ്സ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ പോലെ ഇതിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ കൂടെ വരിക. ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളെ ഒരു 9 ഭാഷയോളം ഇത് സംസാരിക്കും എന്നുള്ളതാണ്. ലൈവായിട്ടൊരു 9 ഭാഷ കൈകാര്യം ചെയ്യും. എന്ത് കാര്യവും ചോദിക്കാം, ഏത് കാര്യങ്ങളും പറയും. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചും പറയും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ബോണിക് ബോട്ട് എന്ന് പറയുന്ന ഈ ഒരു റോബോട്ട് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഈ ഒരു ഉദ്യമത്തിലോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത നമ്മുടെ മാനേജ്മെൻറ്റിനെ വലിയൊരു അപ്രീസിയേഷൻ പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇങ്ങനൊരു ഇതില്ല എന്നെങ്കിൽ ഒരിക്കലും ഇവിടെ ഇങ്ങനൊരു സംഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്ത് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓണറബിൾ മാനേജർ, സെക്രട്ടറി ആൻഡ് സിൻഡിക്കേറ്റ് മെമ്പർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ജനാബ് CPM സർ, academic director Naushad sir, control of examination Hanif sir, my dear colleagues, students, teachers and faculty members. മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു നേട്ടം കൂടി നേടിയിരിക്കുകയാണ്. നമ്മുടെ കോളേജ് ക്യാമ്പസിൽ AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ റോബോട്ടിൻ്റെ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടം AI ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ ഏറയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാം എന്ത് ചെയ്യുന്നു, എല്ലാ മനുഷ്യ പ്രയത്നങ്ങളും AI ഇൻ്റഗ്രേഷനിലൂടെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ ഹ്യൂമൻ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം മജ്ലിസിൽ ഇതിന് നമ്മുടെ കുട്ടികൾക്ക് ഒരു പഠന മാധ്യമം അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യമം എന്ന നിലയ്ക്ക് മജ്ലിസിൽ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ഇത് നേരത്തെ നമ്മൾ സ്വാഗത പ്രഭാഷണത്തിൽ ജാബിർ സാർ പറഞ്ഞ പോലെ ഒരു റിസപ്ഷനിസ്റ്റായിട്ടും അതേ അവസരം ഒരു അധ്യാപകനായിട്ടും അതേപോലെ റിയൽ സൈലൻസ് മെക്കാനിസം എന്ന നിലയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ അർത്ഥത്തിലെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് ഈ ഉപയോഗം എല്ലാം മുന്നിൽ കണ്ടുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒരു റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയത്. നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എന്താണ് റോബോട്ട്, എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, അതെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇവിടെ സർക്യൂട്ട്സ് ഒരു പരിധിവരെ അല്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു റോബോട്ട് സെറ്റപ്പ് ചെയ്യാനും കൂടിയുള്ള അതിനുള്ള പഠിക്കാനുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് കൂടി നൽകുക എന്ന ഉദ്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോങ് വിഷനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഈ ഫസ്റ്റ് അല്ലെങ്കിൽ എളിയ ആദ്യത്തെ സ്റ്റെപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റിനെ പ്രത്യേകിച്ചും നമ്മുടെ സെക്രട്ടറി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സംവിധാനം നമ്മുടെ കോളേജിൽ ഏർപ്പെടുത്തിന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ റോബോട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സലീം സാറാണ്. അതിനുശേഷം കീനോട്ട് അഡ്രസ് ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ CPA അതുപോലെ നമ്മുടെ മാനേജിംഗ് സെക്രട്ടറി കൂടിയ സാർ നിർവഹിക്കുന്നതാണ്. അതിൻ്റെ ശേഷം അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെയർമാൻ, ഗവൺമെൻറ് ബോഡി ചെയർമാൻ സലീം സാർ നിർവഹിക്കുന്നതാണ്. മജ്ലിസ് റോബോട്ടിക് ഇവിടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ ടെക്നിക്കൽ വളർച്ചയിൽ
സാങ്കേതിക വളർച്ചയിൽ, പുരോഗതിയിൽ എന്തൊക്കെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നോ അതെല്ലാം ഈ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന തരത്തിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രിയപ്പെട്ട ഹംസ സാഹിബിൻ്റെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും ഒരു സ്ഥാപനത്തിൽ പോയാൽ ആ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക, അത് ഫോട്ടോ എടുത്ത് കുറിപ്പെഴുതി അത് തൻ്റെ സ്ഥാപനത്തിലേക്കും കൊണ്ടുവരാൻ പരമാവധി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഗൾഫിൽ പോയപ്പോൾ ഗൾഫിലെ ഒരു യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയുണ്ടായി, ഒമാനിലും അബുദാബിയിലും ഒക്കെ. അപ്പോൾ അവിടെ കണ്ട ഒരു സിസ്റ്റമായിരുന്നു ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ റോബോട്ടിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കോളേജിലും സ്ഥാപിക്കണം എന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു വെച്ചു. തൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന ഡയറിക്കകത്ത് കുറിച്ചു വെച്ചു. പിന്നീട് അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമമായിരുന്നു. പിന്നെ ഇത്തരം ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി അത് നമ്മുടെ സ്ഥാപനത്തിന് ഗുണകരമാണോ, കുട്ടികൾക്ക് ഗുണകരമാണോ, അധ്യാപകന്മാർക്ക് ഗുണകരമാണോ എങ്കിൽ അത് നടപ്പാക്കാം എന്ന് എല്ലാ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ പിന്തുണക്കുന്ന നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങൾ, നമ്മുടെ സെക്രട്ടറി മുസ്തഫൽ ഫൈസി, പിന്നെ ഭാരവാഹികൾ എല്ലാവരും ആരും എതിർപ്പല്ല. അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. ഈ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു റോബോട്ടിക് സിസ്റ്റം അത് കൂടുതൽ ഇവിടെ ഹംസാർ പറഞ്ഞതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിനെ ആശ്രയിക്കുന്ന മറ്റു ആളുകൾ വരുമ്പോൾ അവർക്ക് കൃത്യമായി ആൻസർ കൊടുക്കാൻ നമ്മൾ ചുമതലപ്പെടുത്ത ആളുകൾ ഉണ്ടാവാം. ഒരു പക്ഷേ ചുമതലപ്പെടുത്ത ആള്, അതിന് നിശ്ചയിക്കപ്പെട്ട ആള് ആ സമയത്ത് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാവുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. BSc, BCom, MA, MSc, and MCom. Each course has various specializations. Need more info? Samaya, Vidyabhyasam South, Madhur Arts and Science College, Pudumandu, Malappuram ജില്ലയിൽ വളാഞ്ചേരിക്ക് അടുത്തായാണ്. ഇന്നൊരു നല്ല മുഹൂർത്ത സമയത്താണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. കലാലയങ്ങളൊക്കെ ടെക്നോളജിക്കലായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിനും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഗുണഫലം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു മോഡൽ എന്നുള്ള നിലക്ക് ഈ മജ്ലിസ് ബോണിക് റോബോട്ട് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊട്ടനവധി കാര്യങ്ങൾ ഇവിടെ പ്രിൻസിപ്പളും ജാബിർ മാഷും പറഞ്ഞു. അതിൻ്റെ ഗുണഫലങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു കോളേജിലെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഒരു എനി പേഴ്സൺ അവരോട് വരുമ്പോൾ സെക്യൂരിറ്റിനെ കാണും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പല ആളുകളെയും കാണും. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴേക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ 15-20 മിനിറ്റോ കഴിയാനുണ്ടാവും. അപ്പോൾ ഒരൊറ്റയടിക്ക് ഇവിടെ വന്ന് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എൻക്വയറിക്ക് വരുന്ന അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും വരുന്ന ഒരാൾക്ക് ഒരു ആവശ്യം ഈ റോബോട്ടിനോട് പറഞ്ഞാൽ ആ റോബോട്ട് അത് കൃത്യമായി വളരെ ആക്യുറേറ്റായിട്ട് അവർക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒട്ടനവധി സമയലാഭം നമുക്ക് ഇന്ന് ആകെയുള്ളത് സമയനഷ്ടങ്ങളാണ്. അപ്പോൾ ആ സമയലാഭം ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതൊരു മോഡലായിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യണത്. ഇതിൻ്റെ ഒട്ടനവധി ഡെവലപ്മെൻറ്റ് ഇന്ന് ടെക്നോളജി ഓരോ ദിവസവും ഓരോ അവറും ഓരോ മിനിറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ വളർച്ചയ്ക്കനുസൃതമായി നമ്മൾ ഈ റോബോട്ടിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ കമ്പനിക്കാർ നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നിട്ടുള്ള കോൺഫിഗറേഷൻ, ഈ കോൺഫിഗറേഷനുള്ള ഈ റോബോട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ മന്തിൽ അപ്ഗ്രേഡ് ചെയ്ത ഒരു കോൺഫിഗറേഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ വിദ്യാർത്ഥികളിലൂടെ അത് അസംബിൾ ചെയ്ത് ഇവിടെ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലാണെങ്കിലും മറ്റ് നല്ല കോളേജുകളാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള റോബോട്ടിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. ഇപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ടെക്നോളജിയുള്ള വിവിധ കമ്പനികളിൽ ചെന്നാൽ ഇതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് നമ്മളൊരു ID കാർഡ് കൊടുത്താൽ എല്ലാ ഡീറ്റെയിലും
എവിടെയാണ്, എന്താണ്, ആരെയാണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇത് ലഭിക്കുന്ന കാലഘട്ടമാണ്. ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറഞ്ഞ ജാബിർ സാറ്, അതുപോലെ തന്നെ പ്രോഗ്രാം അധ്യക്ഷസ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള്, കീനോട്ട് അഡ്രസ്സ് നടത്തിയ ബഹുമാനപ്പെട്ട മാനേജർ, അതുപോലെ തന്നെ ലോഞ്ച് ചെയ്ത ബഹുമാനപ്പെട്ട ചെയർമാൻ സലീം കുരമ്പലം അവർക്ക്, അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വിശദീകരിച്ച ബോണിക്കായി കമ്പനി റെപ്സ്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മീഡിയ പ്രവർത്തകർ എല്ലാവർക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.